അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലോകം ഇന്ന് സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, ബാങ്കുകളുടെ തകർച്ച, വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വം എന്നിവയെല്ലാം നാം നിത്യേന വാർത്തകളിൽ കണ്ടുവരുന്നതാണ്. ഈ സാഹചര്യത്തിൽ മനുഷ്യൻ നിർമ്മിച്ച സാമ്പത്തിക സിദ്ധാന്തങ്ങൾക്കപ്പുറം ഇസ്ലാമിക സാമ്പത്തിക ദർശനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ലോകം പ്രധാനമായി രണ്ട് സാമ്പത്തിക ചേരികളായാണ് നിലനിൽക്കുന്നത്. ഒന്ന്, ലാഭം മാത്രം കണ്ണുവെക്കുന്ന മുതലാളിത്തം. രണ്ട്, മനുഷ്യത്വത്തെ ഹനിക്കുന്ന സോഷ്യലിസം. മുതലാളിത്തം പലിശയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ഒരു ലോകം സൃഷ്ടിച്ചു. ധനികൻ വീണ്ടും ധനികനാവുകയും ദരിദ്രൻ വീണ്ടും വീണ്ടും ദരിദ്രനാവുകയും ചെയ്യുന്നൊരവസ്ഥയാണിത്. സോഷ്യലിസം പ്രായോഗിക തലത്തിൽ പരാജയപ്പെടുകയും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ അത് അസ്തമിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ മിഡിൽ പാത്ത്, മധ്യമാർഗം ലോകത്തിന് വെളിച്ചമാകുന്നത്. ഇസ്ലാം എന്നത് ഒരു മതത്തിനുപരി കൃത്യമായ ഒരു ജീവിത ശൈലി കൂടിയാണ്. ഇസ്ലാമിക സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നത് റിബ അഥവാ പലിശയുടെ നിരോധനം എന്നതാണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തെ സാമ്പത്തിക മാന്ദ്യങ്ങളിലേക്ക് നയിക്കുന്ന ഏറ്റവും വലിയ വില്ലൻ അത് പലിശയാണ് എന്നത്. അധ്വാനമില്ലാതെ പണം കൊണ്ട് പണമുണ്ടാക്കുന്ന ഒരു ചൂഷണ ഉപാധിയാണ് പലിശ. എന്നാൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് കച്ചവടങ്ങളെയും സംരംഭങ്ങളെയുമാണ്. ഇവിടെ ലാഭവും നഷ്ടവും ഒരുമിച്ച് പങ്കുവെക്കപ്പെടുന്നു. ഇത് സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. ഇസ്ലാമിക സമ്പത്ത് വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകതയാണ് സക്കാത്ത് എന്നുള്ളത്. ഖുർആനിൽ പറയുന്നതായി നമുക്ക് കാണാം, സമ്പത്ത് നിങ്ങളിലെ ധനികർക്കിടയിൽ മാത്രം ചുറ്റിക്കറങ്ങേണ്ട ഒന്നല്ല, മറിച്ച് രക്തം പോലെ സമൂഹം മുഴുവൻ ഓടി നടക്കേണ്ടതാണ്. ഇസ്ലാം സാമ്പത്തിക ഇടപാടുകളിൽ ധാർമ്മികതയ്ക്ക് വലിയ പ്രസക്തി നൽകാറുണ്ട്. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, അളവിലും തൂക്കിലും കൃത്രിമം കാണിക്കൽ എന്നിവയെല്ലാം ഇസ്ലാം കർശനമായി വിലക്കുന്നു. കച്ചവടത്തിൽ സത്യസന്ധത കാണിക്കുന്നവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകീർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന പല കോർപ്പറേറ്റ് തട്ടിപ്പുകൾക്കും കാരണം ഈ ധാർമ്മികതയുടെ അഭാവമാണ്. ഇന്ന് യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം ഇസ്ലാമിക് ബാങ്കിങ് അഥവാ എത്തിക്കൽ ബാങ്കിങ് എന്ന ആശയത്തിന് വലിയ പ്രസക്തി നൽകാറുണ്ട്. 2008 ആഗോള സാമ്പത്തിക തകർച്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പിടിച്ചു നിന്നത് ഈ ഇസ്ലാമിക സാമ്പത്തിക ധനകാര്യ സ്ഥാപനങ്ങളാണ്. ഇത് തെളിയിക്കുന്നത് ഇസ്ലാമിക സാമ്പത്തിക തത്വങ്ങളുടെ കരുത്താണ്. പ്രിയരെ, മുതലാളിത്തം മനുഷ്യൻ്റെ അഹങ്കാരത്തെ വളർത്തുന്നു. സോഷ്യലിസം മനുഷ്യൻ്റെ സ്വാഭാവിക വളർച്ചയെ തളർത്തുന്നു. എന്നാൽ ഇസ്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങളെയും ധാർമ്മികതയെയും സന്തുലിതമായി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഈ ലോകത്തെ നോക്കി നമുക്ക് ഉറക്കെ പറയാനാകും, ഈ ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള ശാശ്വതമായ പരിഹാരം ഇസ്ലാമിക സാമ്പത്തിക ദർശനങ്ങളിലുണ്ട് എന്നത്. ഈ ആശയങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.